കാടുമൂടിയ നിലയിലാണ് എറണാകുളത്തെ കുമ്പളം മത്സ്യ മാർക്കറ്റ്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല. പലതവണ ടെൻഡർ വിളിച്ചിട്ടും ഏറ്റെടുക്കാൻ ആളില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം വെറും കാഴ്ചവസ്തു ആകുമോ എന്നാണ് ചോദ്യം. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിത രാജു ചേരുന്നു. അഞ്ജലി, ആ കാഴ്ചകളൊന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ. എങ്ങനെയാണ് വീണ്ടും ഒരു ഭാർഗവി നിലയമാകുന്നത്? വീണ്ടും എങ്ങനെയാണ് ഒരു പ്രദേശം, ഒരു മത്സ്യ മാർക്കറ്റ് തുറന്നു കൊടുക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? അതെ, തീർച്ചയായും അരുൺകുമാർ. 2021 ജീവനോപാധി എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കുമ്പളത്ത് ഇത്തരമൊരു മാർക്കറ്റ് പണിതത്. 2021 ജെ മേഴ്സിക്കുട്ടി അമ്മ മന്ത്രിയായ സമയത്താണ് അവരാണ് ഈ ഒരു മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഈ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ, അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷത്തോളമായി ഇപ്പോഴും ഇത് പ്രവർത്തനക്ഷമമല്ലാതെ കിടക്കുകയാണ്. കാടുമൂടിയ അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. പണ്ട് ഈ സ്ഥലത്ത് വലിയ രീതിയിൽ, അതായത് സമീപ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ചെറിയ രീതിയിൽ മാർക്കറ്റ് സംഘടിപ്പിച്ചതായിരുന്നു. പിന്നീടാണ് ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ, അതായത് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. അതിനുശേഷം ഒരു രീതിയിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞു പോവുകയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ഇവിടെ നടന്നില്ല. ഇപ്പോൾ ഇതിന് മേലെ ഒരു MCF പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഈ മത്സ്യ മാർക്കറ്റിന് വേണ്ടി ചെയ്തിട്ടില്ല. ഇവിടേക്ക് ഇപ്പോൾ സമീപത്തുള്ള പല രീതിയിൽ, അതായത് ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ഒരു മത്സ്യ മാർക്കറ്റിനെ ആയിരുന്നു. പിന്നീട് സർക്കാർ ഏറ്റെടുത്തതോടെയാണ് ഈ മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ ആർക്കും ഉപയോഗപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു, അതായത് പണ്ടത്തെ ഈ മത്സ്യ മാർക്കറ്റ് നിങ്ങളൊക്കെ വെച്ച് നടത്തിയത്, പിന്നീട് സർക്കാർ ഇത് ഏറ്റെടുത്തു, പഞ്ചായത്തിന് കൈമാറി, അതിനുശേഷം ഇതിനൊരു അവസ്ഥ എങ്ങനെയാണ്? വളരെ ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇത് വെറുതെ കാട് കയറി കിടക്കണാണ്, ആർക്കും ഒരു പ്രയോജനമില്ലാതെ. എന്തുകൊണ്ട് ഇത് അനുയോജ്യമായൊരു സ്ഥലമാണ് ഈ മാർക്കറ്റിന് വേണ്ടി? കാരണം കരമാർഗവും കായൽ മാർഗവും ഒക്കെ ശരിക്കും ഇതിലൂടെ മത്സ്യം കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വികസനമുള്ള ഒരു മാർക്കറ്റാണിത്. പക്ഷെ ഇത് ഒരു സംഘടന ഏറ്റെടുക്കുകയെ അല്ല അങ്ങനെ ഒരു വ്യക്തി വന്ന് ഇതിന് മുന്നോട്ട് വരിക ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കണാണ്. ഇത് നല്ല എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ ഈ മത്സ്യ മാർക്കറ്റ് നടത്തിക്കൊണ്ടുപോയാൽ എന്നെപ്പോലെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കും വളരെയധികം ഉപകാരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എവിടേക്കാണ് അതായത് മത്സ്യ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാറുണ്ട്? അരൂർ മാർക്കറ്റ് പോകാറുണ്ട്, ചന്ദ്രൂർ മാർക്കറ്റ് പോകാറുണ്ട്, ചമ്പക്കര മാർക്കറ്റ് പോകാറുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെയൊക്കെ കിട്ടുന്ന മത്സ്യം ഇവിടെ തന്നെ വിൽപ്പന നടത്താനുള്ള നല്ലൊരു സംരംഭമാണ് ഈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പ്രയോജനപ്പെടുന്നില്ല. എന്താണെന്നുള്ളതാണ്. സർക്കാർ പിന്നീട് ഇത് പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിന് പക്ഷേ ഇതിപ്പോ ടെൻഡർ വിളിച്ചിട്ട് ആരും എടുക്കാനില്ലാത്തൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പാലത്തിന്, അതായത് അരൂർ പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് കാണാൻ പറ്റുമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സൗകര്യം പഞ്ചായത്ത് ചെയ്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ ടെൻഡർ എടുക്കാത്തത്. പിന്നെ ഉയർന്ന തുകയാണ് ടെൻഡറിനായിട്ട് വാടകയായിട്ട് ചോദിക്കുന്നത് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പഞ്ചായത്തിന്റെ ഒരു വേർഷൻ പറയുന്നത് അവർ പല രീതിയിലും ശ്രമിച്ചിട്ടും ആരും ടെൻഡർ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടേക്കുള്ള വരാനുള്ള സൗകര്യം ഇവിടെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഈ സ്ഥലത്ത് ഡിമാൻഡ് ഉണ്ടോ എന്നൊന്നും നിശ്ചയിക്കാതെ ഈ പറയുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൂട്ടുക, എന്നിട്ടത് വർഷങ്ങളോളം അടഞ്ഞു കിടക്കുക, ഒടുവിലത് പൊടിഞ്ഞു താഴെ പോവുക. ഇതൊക്കെ ആരുടെ പണമാണ്? സാധാരണ നികുതി പണമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന കാഴ്ചകൾ.